ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാതെ എൻ്റെ മക്കൾ പോകരുത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് മിസ് പറയാൻ പോകുന്നത്. ആൻഡ് എന്തെങ്കിലും ഗസ്റ്റ് വർക്ക് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുമാത്രമല്ല, ഇന്ന് വൈകുന്നേരമുള്ള നമ്മുടെ ലൈവ് എൻ്റെ മക്കൾ മിസ് ചെയ്യാതിരിക്കുക. 7 മണിക്കാണ് നമ്മുടെ +2 എക്സാം തകർക്കാനുള്ള ലൈവാണ്. ഓക്കെ, അപ്പം ടോപ്പിക്ക് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തു എന്ന് മിസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോപ്പിക് ദേ പിടിച്ചോ. എവിടെ ടോപ്പിക് എവിടെ? നമുക്ക് വരാം. മിസ് വരച്ച് വരുമ്പോൾ അല്ല, എൻ്റെ കുട്ടിയൊക്കെ എപ്പോഴും മിസ്സിൻ്റെ ഡയഗ്രാം ഇഷ്ടമുള്ളത് കൊണ്ട് മിസ് വേറൊരു ഡയഗ്രത്തിലേക്ക് പോകുന്നില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മിസ് തന്നെ ഡയഗ്രാം ഉണ്ടാക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ അല്ലേ? ഇത് ഏതാണ് മിസ് വരയ്ക്കാൻ പോകുന്നതെന്ന്? ഇത് നമ്മുടെ PBR 322 എന്ന് പറയുന്ന ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്ലോണിങ് വെക്ടറാണ്. സോ PBR 322 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്ലോണിങ് വെക്ടറാണ്. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്ലോണിങ് വെക്ടർ. അപ്പോൾ നമ്മളോട് ഒന്നാമതായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ക്ലോണിങ് വെക്ടറിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെ എന്നുള്ളതാണ്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് ഒരു ഒറൈ സൈറ്റ്, രണ്ടാമതായിട്ട് ക്ലോണിങ് സൈറ്റ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സൈറ്റ് എന്നൊക്കെ പറയും, മൂന്നാമതായിട്ട് സെലക്ടബിൾ മാർക്കേഴ്സ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ക്ലോണിങ് വെക്ടറിന് വേണ്ടത്? ഇത് മൂന്നാണ് ബേസിക്കലി വേണ്ടത്. ഇനി നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും നമുക്കാണ്. എന്തൊക്കെയാണ് ഒരു ക്ലോണിങ് വെക്ടറിന് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഈ ക്ലോണിങ് വെക്ടറിനുള്ളത്? സോ നമുക്ക് ഇവരെ ഒന്ന് സൈഡാക്കാം. റെഡി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഒറൈ സൈറ്റ് അല്ലേ? ഒറൈ സൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒറൈ സൈറ്റ് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മളുടെ PBR 322ൻ്റെ ഒറൈ സൈറ്റ്. അപ്പോൾ ഒറൈ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലേ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അതായത് ഈ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന DNA കുറേ കോപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഈ ഒരു സീക്വൻസ് ആണ് കോപ്പി നമ്പർ, എത്ര കോപ്പീസ് ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ക്ലോണിങ് സൈറ്റ് അല്ലേ? അപ്പോൾ ക്ലോണിങ് സൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മിസ് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് നമ്മളുടെ സെലക്ടബിൾ മാർക്കേഴ്സ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഈ ക്ലോണിങ് വെക്ടറിൽ നമുക്ക് 2 സെലക്ടബിൾ മാർക്കേഴ്സ് ആണുള്ളത്. ഓക്കെ, ആ 2 സെലക്ടബിൾ മാർക്കേഴ്സ് ആണ്. ഒന്ന് ആംപിസിലിൻ റെസിസ്റ്റൻസ്. ആംപിസിലിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആണ്. അപ്പോൾ ആംപിസിലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു DNA സീക്വൻസ് ഇവിടെ ഉണ്ട്. ദെൻ അടുത്തതാണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്. അതും ഒരു ആൻറ്റിബയോട്ടിക് ആണ്. അപ്പോൾ ഇതെങ്ങനെ ആലോചിച്ച് വെക്കുക? അമ്പലത്തിൽ പോയപ്പോൾ തെറ്റി എന്നാലോചിക്കുക. അമ്പലത്തിൽ പോയപ്പോൾ 2 ഫ്രണ്ട്സ് വഴക്ക് കൂടി തെറ്റി. അമ്പലത്തിൽ പോയപ്പോൾ തെറ്റി. ഓക്കെ, ദെൻ ആരൊക്കെയാണ് അമ്പലത്തിൽ പോയത്, ആരൊക്കെയാണ് തെറ്റിയത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോഡ് ഉപയോഗിക്കാം. ആ കോഡിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ക്ലോണിങ് സൈറ്റുകളാണ്, അല്ലെ റെക്കഗ്നീഷൻ സൈറ്റുകളാണ്. ഇവിടെയൊക്കെയാണ് ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമും വന്ന് കട്ടുണ്ടാക്കുക. ഓക്കെ, സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ PVU1. ഓക്കെ, PV ഭാമ, ഭാം H1, PV ഭാമ, PS സൽമ, PST1. ഇവിടെ ഒരു S ഉണ്ടല്ലോ, അപ്പോൾ S വെച്ച് തുടങ്ങുന്ന ആൾ PST1, PS സൽമയാണ്. സോ PS സൽമ, സാൽ1. 4 ആൾക്കാരെ കിട്ടി. PV ഭാമ, PS സൽമ. ഇതൊരു കോഡിലൂടെ എങ്ങനെ ആലോചിക്കാം? PV ഭാമയും PS സൽമയും അമ്പലത്തിൽ പോയപ്പോൾ തെറ്റി. ഓക്കെ, ഇനി അടുത്ത ആൾക്കാർ ഇവിടെ നമുക്ക് ഇവിടെ നമുക്കൊരു ക്ലാ 1 ഉണ്ട്. ദെൻ ഇവിടെ ഒരു ഹിൻഡ് 3 ഉണ്ട്. ദെൻ ഇവിടെ നമുക്കൊരു ഈക്കോ R1 ഉണ്ട്. ഈ എൻസൈമുകൾക്കൊക്കെ ഈ സൈറ്റിൽ വന്ന് കട്ട് ചെയ്യാം അല്ലേ? ദെൻ അടുത്തതായിട്ട് ഇവിടെ നമുക്ക് വേറൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിനെയാണ് നമ്മൾ പറയുക റോപ്പ് എന്ന് പറഞ്ഞാൽ റെപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ് എന്നാണ് അർത്ഥം. റെപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ്, അതായത് റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന DNA റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഇതുണ്ടാക്കുന്നത്, റെപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ്. അതുണ്ടാക്കുന്ന DNA സീക്വൻസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് വേറൊരു എൻസൈം ഉണ്ട്. ആ എൻസൈമാണ് നമ്മുടെ PVU2. ഓക്കെ, അപ്പോൾ ടോട്ടൽ നോക്കിക്കേ, 1 2 3 4 5 6 7 8
8 റെക്കഗ്നീഷൻ സൈറ്റുകൾ അല്ലെങ്കിൽ ക്ലോണിങ് സൈറ്റുകളാണ്. ഈ ഓരോ സൈറ്റിലും ഈ എൻസൈമുകൾക്ക് വന്ന് കട്ട് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ഓരോരുത്തർക്കും വേറെ വേറെ സീക്വൻസുകളുണ്ട്. അത്തരത്തിലുള്ള സീക്വൻസിനെ നമ്മൾ എന്ത് പേരാണ് പറയുക എന്നുള്ളത് എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യാം. മിസ് അത് പറയുന്നില്ല അല്ലേ. ഒരു 6 ന്യൂക്ലിയോടൈഡ്സിൻ്റെ സീക്വൻസ് ആണ്. ഓറിയൻറ്റേഷൻ ഫ്രെയിം സെയിം ആക്കി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിട്ട് വായിക്കുന്ന ആ സീക്വൻസിൻ്റെ പേര് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മളുടെ PBR 322 എന്ന് പറയുന്ന ക്ലോണിംഗ് വെക്ടർ ഉള്ളത്. ഇതിൽ എക്സാമിന് ചോദിക്കാറുണ്ട് ഇതിൽ ഏതൊക്കെയാണ് സെലക്ടബിൾ മാർക്കേഴ്സ് ആംപിസിലിനും അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ആണ്. ഒറൈ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ സീക്വൻസ് വെയർ റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ്. ആൻഡ് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യുന്നത് ഇയാളാണ്. ദെൻ വാട്ട് ഈസ് റോപ്പ്? അത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. റെപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ്, റെപ്ലിക്കേഷന് സഹായിക്കുന്ന ഒരു പ്ലാസ്മിഡാണ്. റെപ്ലിക്കേഷന് സഹായിക്കുന്ന ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസ് ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ് റെപ്ലിക്കേഷന് സഹായിക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് എത്ര ക്ലോണിങ് സൈറ്റുകളുണ്ട്? ഇതൊക്കെ നമ്മളുടെ ക്ലോണിങ് സൈറ്റുകളാണ്. റെഡി? ഇത്രയാണ് ഇവിടുന്ന് വരിക. ഇതെൻ്റെ മക്കൾക്ക് ക്ലിയർ ആയെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഏത് സീക്വൻസ് ആണ് ഓരോ റെക്കഗ്നീഷൻ എൻസൈമുകളും നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈമുകളും റെക്കഗ്നൈസ് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യും.